ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് ABVP-കാരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലറുടെ നടപടി സ്റ്റേ ചെയ്തത് നീക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. സ്റ്റേ 3 ആഴ്ചത്തേക്ക് നീട്ടി. VC-യുടെ പട്ടിക തള്ളി ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് അധിക യോഗ്യതയാണ് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. കേരള സർവകലാശാല സെനറ്റിലേക്ക് ABVP-കാരെ നാമനിർദ്ദേശം ചെയ്തതുമായി ബന്ധപ്പെട്ട് രണ്ടാം തവണയാണ് ചാൻസലറായ ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. സെനറ്റിലേക്ക് VC നൽകിയ പട്ടിക തള്ളിക്കൊണ്ട് ചാൻസലർ സ്വന്തം നിലയിൽ ശുപാർശ ചെയ്തവരിൽ 4 പേരുടെ നിയമനം കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേ നീക്കണമെന്ന ചാൻസലറുടെ ആവശ്യം കോടതി നിരസിക്കുകയായിരുന്നു. അതോടൊപ്പം സ്റ്റേ 3 ആഴ്ചത്തേക്ക് നീട്ടുകയും ചെയ്തു. സെനറ്റിലേക്ക് ആരെ നാമനിർദ്ദേശം ചെയ്യണമെന്നത് തൻ്റെ വിവേചനാധികാരമാണെന്നായിരുന്നു ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത്. അതേസമയം VC-യുടെ പട്ടിക തള്ളി ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് അധിക യോഗ്യതയാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് TR രവി വാക്കാൽ നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചാൻസലർ ഉൾപ്പെടെ എതിർകക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഹർജികൾ ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. സർവകലാശാലയിലെ റാങ്ക് ജേതാക്കളായ 4 വിദ്യാർത്ഥികൾ, കലാപ്രതിഭ, ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കായികതാരം എന്നിവർ ഉൾപ്പെടുന്ന പട്ടികയാണ് VC ചാൻസലറായ ഗവർണർക്ക് നൽകിയത്. എന്നാൽ അവരെയെല്ലാം ഒഴിവാക്കിയാണ് ABVP-കാർ ഉൾപ്പെടെ 17 പേരെ ചാൻസലർ സ്വന്തം നിലയിൽ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഇത് ചോദ്യം ചെയ്താണ് VC നൽകിയ പട്ടികയിലെ 4 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്നവരെയാണ് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യേണ്ടതെന്നിരിക്കെ ഗവർണർ ഈ മാനദണ്ഡം പൂർണ്ണമായി ലംഘിച്ചുവെന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം. സർവകലാശാലാ നിയമം 17(3) പ്രകാരം യോഗ്യതയുള്ളവരല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നും ചാൻസലർ ശുപാർശ ചെയ്ത 4 പേരെയും പുറത്താക്കണമെന്നും വിദ്യാർത്ഥികൾ സമർപ്പിച്ച റിട്ട് ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.